பேரு டேவிட் பெல்லா. உன்னை என்னன்னு கூப்பிடுவாங்க? ബില്ല. അപ്പോ ഹീറോ ഇമ്പൾസ്. ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ 2 കാരണമുണ്ട്. ഒന്നാമത് എന്താ വെച്ചാല് ഇവനെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ 3 കൊല്ലം ആയി. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ കുറെ ആൾക്കാർ DM മെസ്സേജ് അയക്കുന്നുണ്ട്, എന്ത് എവിടുന്ന വാങ്ങിയത്, അതേപോലെ എന്തൊക്കെ പണി വരും, പിന്നെ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, പാർട്സ് എവിടുന്ന സോർട്ട് ചെയ്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യണത്. ഇവൻ എടുക്കാൻ കാരണമായുള്ള മെയിനായിട്ട് ഒരാളാണ് ഇവന്റെ മുതൽ. മോനും ഞാനും കൂടി ഒരു 4-5 കൊല്ലം മുന്നേ നമ്മളെ കുറ്റിച്ചിറ ഭാഗത്തുനിന്ന് ഇമ്പൾസ് കണ്ട്. അപ്പോഴാണ് ആ ഇമ്പൾസിന്റെ ഒരു യൂണിക്നെസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതായത് ബാക്കി എല്ലാ ബൈക്കിനും കാട്ടി വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എടുത്ത് കാണിക്കാൻ ഡിസൈനാണല്ലോ ഇമ്പൾസിന്. അതാണ് മെയിനായിട്ട് ഇമ്പൾസിന് ഒരു ഐഡിയ മനസ്സിലാദ്യം കയറി വന്നത്. 3 കൊല്ലം മുന്നേ OLX ഒരു ആഡ് കണ്ടിട്ടാണ് ഇവൻ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതായത് ആ ആഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആകെ 40,000 രൂപയേ ഉള്ളൂ ഈ വണ്ടിക്ക്. അപ്പൊ ഞാൻ വേറെ മേജറായിട്ട് പണിയോ കാര്യങ്ങൾ എന്തോണ്ട് വെച്ചിട്ടാണ് ഈ 40,000 പറഞ്ഞു വെച്ചാൽ. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്ത് NOC എക്സ്പയർഡ് എന്ന്. അപ്പം എനിക്ക് വലിയ ടൈമിൽ ഐഡിയ ഇല്ല എന്ത് NOC എന്താണ്, അതേപോലെ തന്നെ NOC എക്സ്പയർ ആയി എത്ര രൂപ കൊടുക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയപ്പോൾ മൂപ്പര് പറഞ്ഞ് ഇങ്ങനെ NOC എക്സ്പയർ ഉണ്ട്, അപ്പൊ ചെറിയൊരു എമൗണ്ട് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കേലാക്കാൻ കഴിയും. ആദ്യം UP രജിസ്ട്രേഷൻ ആയിരുന്നു വണ്ടി. ആ പ്രായത്തിന്റെ ഒരു എടുത്തുചാട്ടത്തിന്റെ പേരിൽ ഞാൻ വണ്ടി പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ ഫൈൻ എത്രയാണെന്നോ അതേപോലെ എന്തൊക്കെ പേപ്പർ വർക്ക് ചെയ്യണമെന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ എടുത്ത ശേഷം ഞാൻ അടുത്ത ദിവസം ഒരു ഏജന്റിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ അറൗണ്ട് ഒരു 30-40 ഉള്ളിൽ ഫൈനാണ് ഉണ്ട്. അതായത് 2018 എടുത്ത NOC 2023 ആയിട്ടും എടുത്തില്ല. അപ്പൊ അത്രയും 4 മന്ത്ലി ഒരു അറൗണ്ട് 500 വെച്ചിട്ട് ഫൈൻ കയറും. അപ്പം അത്രയും കൊല്ലത്തെ ഫൈൻ ഞാൻ അടയ്ക്കണം. അങ്ങനെ ആയാലോ മാത്രമേ ഉള്ളൂ ഈ UP ഉള്ള കേലാക്കാൻ പറ്റുള്ളൂ. വണ്ടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ UPന്ന് കേലാക്കണത്. അതും RTO ഏജന്റിന്റെ കാലും കൈയും പിടിച്ച എല്ലാ ദിവസവും കോൾ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഈ കേലാക്കിയത്. വണ്ടീനെ കുറിച്ച് വീട്ടിലെ അഭിപ്രായം എന്താ? ഒന്നും പറയാൻ ഇഷ്ടല്ല. എന്താ കേറാൻ പറ്റില്ല? അതാ പ്രശ്നം? അല്ല വേറെ പ്രശ്നമൊന്നുമില്ല? കാണാനോ? നല്ല സെറ്റപ്പ്. നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസും അതേപോലെ പാർട്സ് ഒന്ന് സോർട്ട് ചെയ്യാൻ പറയാം. അത് തന്നെ വണ്ടി എടുക്കാൻ പോകുമ്പം ഫസ്റ്റായിട്ട് മേജറായി ചെക്ക് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ എൻജിൻ്റെ കണ്ടീഷൻ. ലൈക്ക് എൻജിൻ പണിതാണോ അല്ലെങ്കിൽ ലൈക്ക് സിലിണ്ടർ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ പോർട്ട് ചെയ്താണോ അത് നോക്കണം. പിന്നെ കുറേ ആൾക്കാർ കരിസ്മേൻ്റെ എൻജിൻ കയറ്റുന്നുണ്ട്. അത് പെർഫോമൻസിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അത് കംഫേർട്ടിന് കറക്റ്റ് അത് സ്യൂട്ട് ആവില്ല ഇമ്പൾസിന്. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ കാർബറേറ്ററിൻ്റെ ഇഷ്യൂ മെയിനായിട്ട് വരുന്നതാണ് ഇമ്പൾസിൻ്റെ മുകളിൽ. അതിൻ്റെ വാക്യൂം സിസ്റ്റം കറക്റ്റ് ആണോ. പിന്നെ ഒന്നാമത് ഇപ്പോൾ E20 പെട്രോൾ വന്ന ശേഷം കാർബണിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ കൂടുതലായിട്ട്. അതേപോലെ തന്നെ ഈ റിമ്മിന് അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട്, സാധനം കിട്ടാനുമില്ല. റിമ്മ് തുരുമ്പ് കയറി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സാധനം നല്ല ഡിമാൻഡാണ്. ഒന്നാമത് ആൾക്കാർ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് 2 ഇരട്ടി റേറ്റിനാണ് ഇപ്പോൾ സെയിൽ ചെയ്യണത്. ചെക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഇതിൻ്റെ ട്യൂബിന് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങൾ എന്തുണ്ടോ നോക്കാം. ട്യൂബിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ടൈമിൽ. 2 ട്യൂബും കൂടി ലൈക്ക് 8-10 അടുത്ത് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡിമാൻഡാണ് ഇപ്പോൾ ട്യൂബും അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റമ്പിനും കാര്യങ്ങളൊക്കെ. ഇമ്പൾസ് എടുക്കാൻ നിൽക്കുന്നതോട് ഞാൻ മെയിനായിട്ട് പറയാം അതിൻ്റെ പാർട്സ് നല്ല റേറ്റാണ്, അതേപോലെ സാധനം കിട്ടാനില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ 2 ഇരട്ടി വില കൊടുത്തിട്ട് വേണം പാർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഞാൻ ഇമ്പൾസിൻ്റെ പാർട്സ് മെയിനായിട്ട് 2 സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. ഒന്ന് പ്രോ മോട്ടോ സ്റ്റോർ പറഞ്ഞ ഓൺലൈൻ പേജും അതേപോലെ തന്നെ രാജ് ഓട്ടോ പാർട്സ്. അതിന് 2ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 2026 ഇമ്പൾസ് എടുക്കണോ ചോദിച്ചാൽ ലൈക്ക് RX അങ്ങനത്തെ സീരീസൊക്കെ ഉപയോഗിച്ച് പാർട്സൊക്കെ സോർട്ട് ചെയ്യണം അങ്ങനത്തെ മൂടുള്ള ആൾക്കാർക്ക് മാത്രം ഇമ്പൾസും കാര്യങ്ങളൊക്കെ നോക്കാം. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ പണി വരും, പണി ഇല്ല എന്നല്ല, നല്ല പണി വരും. അപ്പം അതേപോലെ തന്നെ പണിനനുസരിച്ചിട്ട് പാർട്സ് കിട്ടാനും നല്ല ലാഗാണ്, നല്ല റേറ്റുമാണ്. അപ്പം അതൊക്കെ കണ്ട് നോക്കിയെടുക്കാം. ഈ പാർട്സിൻ്റെ അതേപോലെ റേറ്റിൻ്റെ പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം വണ്ടി പെർഫെക്റ്റ്. അതായത് ഓഫ് റോഡാണ് ഓഫ് റോഡ്, ഓൺ റോഡാണ് ഓൺ റോഡ്, വണ്ടി നല്ല പെർഫോമൻസാണ് തരുന്നത്. അപ്പോൾ ഇമ്പൾസ് തിരഞ്ഞെടുക്കുന്ന ആ ചങ്കിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്നിട്ട് പേജ് ഫോളോ ചെയ്തിട്ട് ബാക്കി എന്താ സംശയം ഉണ്ടെങ്കിൽ DM ചെയ്യാൻ പറയാം. ഓക്കെ, ബൈ.